ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിലെ സെയിൽസ് പ്രൊമോഷൻ എന്നുള്ള ചാപ്റ്ററിലെ അഡ്വർടൈസിംഗ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് അഡ്വർടൈസിംഗ് എന്താ നോക്കാം. അഡ്വർടൈസിംഗ് ഇസ് an art used to familiarize the public with the product by informing of its description, uses, and its superiority over other brands and sources of its availability, price, etc. അഡ്വർടൈസിംഗ് ദിവസേന ടിവിയിലും യൂട്യൂബിലും റേഡിയോയിലും എല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ്. ആളുകൾക്കിടയിലേക്ക്, ജനറൽ പബ്ലിക്കിനിടയിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രൊഡക്റ്റിന്റെ നിർമ്മാതാക്കൾ ഇത്തരത്തിൽ അഡ്വർടൈസിംഗ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ടാണ് അത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എവിടെ അത് ലഭിക്കും, എന്താണ് അതിന്റെ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനറലി അഡ്വർടൈസിംഗ് ചെയ്യുന്നത്. അതൊരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ എ ന്യൂ പ്രൊഡക്റ്റ് ബൈ എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് യൂട്ടിലിറ്റി. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിന്റെ യൂട്ടിലിറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ആളുകൾക്കിടയിൽ ആ ഒരു ന്യൂ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഉണ്ടാക്കുകയും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽ ബൈ അട്രാക്ടിങ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ ആളുകളെ അട്രാക്ട് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റിന്റെ സെയിൽ ഇൻക്രീസ് ചെയ്യുക. ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ബൈ ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ. ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരേ രീതിയിൽ, ഒരേ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് തന്നെ പല മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അപ്പോ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ കോമ്പറ്റീഷനിൽ ഫൈറ്റ് ചെയ്ത് പഴയ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് നിലനിർത്തുക. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് ആളുകളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക. മറ്റ് പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിനുള്ള ഹൈലൈറ്റ്സ് ഒക്കെ എടുത്തു കാണിച്ച് അതൊക്കെ അഡ്വർടൈസ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ടു അസിസ്റ്റ് ദ സെയിൽസ്മാൻ ഇൻ ദെയർ സെല്ലിംഗ് എഫേർട്ട്. ഓഫ് കോഴ്സ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ ഉള്ള ഒരു അസിസ്റ്റൻസ് ആണ്. To warn the public against imitation of the products of the firm. ഈ ഫേമിന്റെ ഇമിറ്റേഷൻ ആയിട്ട് വല്ല പ്രൊഡക്ട്സും വരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളതിൽ, അത് ഒറിജിനൽ പ്രൊഡക്റ്റ് എന്ന് ഏതാണ് ഇമിറ്റേഷൻ എന്ന് തിരിച്ചറിയാൻ പബ്ലിക്കിന് കഴിയും ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ടു എൻഹാൻസ് ഗുഡ് വിൽ ഓഫ് ദ ഫേം. ആ ഫേമിനെ കുറിച്ച്, അവരെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇംപ്രൂവ് ചെയ്യാനായിട്ട് അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ to create a demand for a new product by explaining its utility, to increase its sale by attracting new customers, to maintain the existing demand by fighting competition, to assist the salesman in their selling efforts, to warn the public against imitation of the products of the firm, to enhance goodwill of the firm. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അഡ്വർടൈസ്മെന്റിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതിന് എത്ര പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഓരോന്നും എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അഡ്വർടൈസ്മെന്റിനകത്ത് ഒരു ഹെഡിങ് പാർട്ട് ഉണ്ടായിരിക്കും, ഒരു തീം ഉണ്ടായിരിക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പിക്ചർ ഉണ്ടായിരിക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആർഗ്യുമെന്റ്സ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് ഫേവർ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ക്ലോസിംഗ് പാർട്ട്. ഇത്രയൊക്കെയാണ് അഡ്വർടൈസ്മെന്റിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്നത്. ഹെഡിങ് അല്ലെങ്കിൽ ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് ഒരു വേർഡ് ആയിട്ടോ ഒരു ഫ്രേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഹെഡിങ് എന്ന് പറയുന്നത്. അത് വളരെ വലുതായിരിക്കാൻ പാടില്ല, അത് വളരെ ഷോർട്ട് ആയിരിക്കണം. ഒരൊറ്റ റീഡിങ്ങിൽ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ആ ഹെഡിങ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഹെഡിങ് എന്ന് പറയുന്നത്. ആ ഹെഡിങ്ങിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നമ്മുടെ സർവീസിനെ കുറിച്ചോ ആണ് അഡ്വർടൈസ് ചെയ്യുന്നത്. അതൊരു വാക്കിലോ ഒരു ഫ്രേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെയാണ് ആ ഒരു ഹെഡിങ് എന്നുള്ള ആ ഒരു പാർട്ട് വരുന്നത്.
അത് ചെറുതായിരിക്കണം, വളരെ പ്രിസൈസ് ആയിരിക്കണം. നെക്സ്റ്റ് തീം. തീം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഈ തീമിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ മൂവ് ഓയിൻമെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് ബാക്ക് ഏക്കിന് അല്ലെ, വേദന സംഹാരി എന്നുള്ള രീതിയിലാണ് നമ്മൾ മൂവ് ഓയിൻമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൂവ് ഓയിൻമെന്റിന്റെ പിക്ചർ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ആ ഒരു കാര്യം നമുക്ക് കിട്ടണം. അപ്പൊ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ബാക്ക് ഏക്കിന് ആണ് അത് യൂസ് ചെയ്യുന്നത്, അത് എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ വേണം ആ തീം സെറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോ ഡീകോൾഡ് ടാബ്ലറ്റ് ആണെന്ന് വിചാരിക്കുക, അത് നമ്മൾ കോമൺലി കഫിനും കോൾഡിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡീകോൾഡ് ടാബ്ലറ്റ് കഫിനും കോൾഡിനുമാണ് ഉപയോഗിക്കുന്നത് എന്ന ആ ഒരു എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ അതിന്റെ തീം സെറ്റ് ചെയ്യാനായിട്ട്. ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ജനങ്ങൾക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ ഒരു ഇമേജ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ തീം സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പിക്ചർ ആണ്. പിക്ചർ എന്ന് പറയുമ്പം ആ പ്രൊഡക്റ്റിനെ ആളുകൾ തിരിച്ചറിയുന്ന രീതിയിൽ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ആ പ്രൊഡക്റ്റും മോഡലും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ആയിരിക്കണം നമ്മൾ അഡ്വർടൈസിങ്ങിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ആർഗ്യുമെന്റ് ആണ്. അതായത് ഈ പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് പ്രിസ്ക്രിപ്ഷനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ അനാസിൻ ടാബ്ലറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അനാസിൻ ടാബ്ലറ്റ്സിനകത്ത് വരുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് മൈക്രോഫൈൻ. അപ്പം പ്രൊഡക്റ്റിന്റെ യൂട്ടിലിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അത് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് നമുക്ക് അഡ്വർടൈസ്മെന്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്ലോസിംഗ് പാർട്ട് ആണ്. ക്ലോസിംഗ് പാർട്ടിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് കണ്ടന്റ് ആണ് ക്ലോസിംഗ് പാർട്ടിൽ വരിക. അതുപോലെ തന്നെ ഡ്രഗ് സ്റ്റോറിന്റെ നെയിം, അഡ്രസ്സ്, ഈ പ്രൊഡക്റ്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലോസിംഗ് പാർട്ടിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയത് പാർട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മീഡിയ ഫോർ അഡ്വർടൈസിംഗ് ആണ്. മീഡിയ, അഡ്വർടൈസിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഡ്വർടൈസർ അയാളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു മാധ്യമത്തിനെയാണ് മീഡിയ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീഡിയ നിങ്ങൾക്ക് ഇവിടെ കാണാം: പ്രസ് അഡ്വർടൈസ്മെന്റ്, ലിറ്ററേച്ചർ അഡ്വർടൈസ്മെന്റ്, എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ്, മൈസലേനിയസ് അഡ്വർടൈസ്മെന്റ്. അതിനകത്ത് പ്രസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഒക്കെയാണ്. ലിറ്ററേച്ചർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ലെറ്റേഴ്സ്, സർക്കുലർ, കാറ്റലോഗ്, ലീഫ്ലെറ്റ്സ് ഒക്കെ ആകാം. എക്സ്റ്റേണൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റർ ഓൺ വാൾസ്, ഇലക്ട്രിക് ഡിസ്പ്ലേ, വാൾപേപ്പറും അതുപോലെ തന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേയും. മൈസലേനിയസ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ടി വി, റേഡിയോ, വിൻഡോ ഡിസ്പ്ലേ, സിനിമ സ്ലൈഡ്സ്, വീഡിയോ കാസറ്റ്സ് മുതലായവയാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള അഡ്വർടൈസ്മെന്റ് അതെങ്ങനെയാന്ന് നോക്കാം. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതിനനുസരിച്ച് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. അതിനകത്തൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിനകത്തുള്ള കണ്ടന്റിനെ കുറിച്ച്, അതിന്റെ പെർസെന്റേജിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള റോങ് സ്റ്റേറ്റ്മെന്റും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് കണ്ടസ്റ്റ് അല്ല കേട്ടോ, കണ്ടന്റ് ആണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിംഗ് നോക്ക്, കണ്ടന്റ് എന്നുള്ളതാണ്. There should not be any wrong statement regarding its content and their percentage. Sorry, ഇത് content ആണ്, അത് തിരുത്തുക. It should provide full details regarding the action, uses, proprietary name as well as the generic name, dosage form, mode of administration, side effects, treatment of toxic effects, precautions and contraindications. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിരിക്കണം. അത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ആക്ഷൻ എന്താണ്, എന്താണ് അതിന്റെ യൂസസ്, അതിന്റെ പ്രൊപ്രൈറ്ററി നെയിമും ജനറിക് നെയിമും, ഡോസേജ് ഫോം ഏതാണ്, എങ്ങനെയാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ടോക്സിക് എഫക്ട്സ് ഉണ്ടാവാറുണ്ടെങ്കിൽ എന്തൊക്കെ ടോക്സിക് എഫക്ട്സ് ആണ് ട്രീറ്റ്മെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, പ്രിക്കോഷൻസ്, കോൺട്രാഇൻഡിക്കേഷൻസ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളത് കൊടുത്തിരിക്കണം. അത് സത്യമായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലുള്ള അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മേജർ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സും എത്തിക്കൽ പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് പ്രൊഹിബിറ്റഡ് ആണ്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 പ്രകാരം എത്തിക്കൽ പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്.
അതേസമയം പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലാത്ത ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലുള്ള പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് പോസിബിൾ ആണ്. അതിന് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പെയിൻ ബാം, ഇൻഹേലേഴ്സ്, ആന്റിസെപ്റ്റിക് ക്രീംസ് അതിന്റെയൊക്കെ ഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് പോസിബിൾ ആണ്. എന്നാൽ എത്തിക്കൽ പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസ്മെന്റ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 പ്രകാരം പ്രൊഹിബിറ്റഡ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അഡ്വർടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെത്തേഡ്സ് യൂസ്ഡ് ഫോർ അഡ്വർടൈസിംഗ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്: ഡയറക്റ്റ് മെയിലിംഗ്, ന്യൂസ് പേപ്പേഴ്സ്, പ്രൊഫഷണൽ മാഗസിൻസ്, ജേർണൽസ്, ടെലിവിഷൻ, റേഡിയോ, അതർ ഓഡിയോ വിഷ്വൽ മീഡിയ, പേഴ്സണൽ കോണ്ടാക്ട് ഓർ ഡീറ്റെയിലിംഗ്, ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ്, മൈസലേനിയസ് മെത്തേഡ്. അപ്പോ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന്റെ അഡ്വർടൈസിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സെയിൽസ്മാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡയറക്റ്റ് മെയിലിംഗ് ആണ്. ഡയറക്റ്റ് മെയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഒരു ന്യൂ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്, കെമിസ്റ്റിന്, ഡ്രഗിസ്റ്റിനൊക്കെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്, ആ ഒരു ഫേമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിട്ടോ, ലീഫ്ലെറ്റ്സ് ആയിട്ടോ, ഫോൾഡേഴ്സ് ആയിട്ടോ, കാറ്റലോഗ്സ് ആയിട്ടോ ഒക്കെ ആയിരിക്കാം സെൻഡ് ചെയ്യുന്നത്. മെയിൽ അഡ്വർടൈസിംഗിന് ആക്ച്വലി ഒരു പേഴ്സണൽ അപ്പീൽ ഉണ്ട്. അതൊരു പെർട്ടിക്കുലർ പേഴ്സണെ അഡ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു പേഴ്സണൽ അപ്പീൽ ഉണ്ട് മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു ആ ഒരു പേഴ്സണ് മാത്രമായി പോകുന്നത് കൊണ്ട് തന്നെ അവിടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് കവറേജേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഡയറക്റ്റ് മെയിലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിനും, കെമിസ്റ്റിനും, ഡ്രഗിസ്റ്റിനും എല്ലാം അവരുടെ ഡ്രഗ്സിനെ കുറിച്ച്, അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച്, ആ ഫേമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് മെയിൽ വഴി, ലെറ്റർ ആയിട്ടോ, ലീഫ്ലെറ്റ് ആയിട്ടോ, ഫോൾഡേഴ്സ് ആയിട്ടോ, കാറ്റലോഗ്സ് ആയിട്ടോ ഒക്കെ സെൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഡയറക്റ്റ് മെയിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെലിവിഷൻ, റേഡിയോ, അതർ ഓഡിയോ വിഷ്വൽ മീഡിയ. ഇപ്പൊ ഏറ്റവും അധികം അഡ്വർടൈസിങ്ങിനായി യൂസ് ചെയ്യുന്നത് ടി വി ആണ്. അതൊരു ഫാസ്റ്റ് ഗ്രോവിംഗ് അഡ്വർടൈസിംഗ് മീഡിയ ആണ് ടി വി എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരേപോലെ കാണാനും കേൾക്കാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ആ അഡ്വർടൈസ്മെന്റ് കൂടുതലായി എത്തുന്നുണ്ട് ടി വി ആവുമ്പോൾ. പക്ഷെ അതൊരു കോസ്റ്റ്ലി മെത്തേഡ് ആണ്. ഇനി റേഡിയോ അഡ്വർടൈസ്മെന്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സെക്ഷനിലും ഉള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റേഡിയോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ കോണ്ടാക്ട് ഓർ ഡീറ്റെയിലിംഗ്. പേഴ്സണൽ കോണ്ടാക്ട് ഓർ ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഫേംസ് അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാളെ, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആവാം, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആവാം, അവരെ ഈ പ്രിസ്ക്രൈബേഴ്സിന് അടുത്തേക്കും സെല്ലേഴ്സിന് അടുത്തേക്കും അയക്കുന്നു അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന രീതിയാണ് പേഴ്സണൽ കോണ്ടാക്ട് ഓർ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. പക്ഷേ ഇത് കൂടുതലായി പ്രിഫർ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിസിഷ്യൻസിനിടയിലും റീറ്റെയിലേഴ്സിനിടയിലും പുതിയൊരു പ്രൊഡക്റ്റ് എത്താൻ, അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് അവരിലേക്ക് എത്തിക്കാൻ, ഇനി അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ, ഈ ഫിസിഷ്യൻസിന്റെയും റീറ്റെയിലേഴ്സിന്റെയും ഒക്കെ ഫീഡ്ബാക്ക് എടുക്കാൻ, അതുപോലെ കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനൊക്കെയുള്ള ഒരു അവസരമാണ് ഈ പേഴ്സണൽ കോണ്ടാക്ടിങ് വഴി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മെത്തേഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പേഴ്സണൽ കോണ്ടാക്ടിങ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഡോക്ടേഴ്സിനെ കാണാൻ വരുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവർ വരുന്നതിനോടൊപ്പം തന്നെ അവർ ഈ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ആ കമ്പനിയുടെ പ്രീവിയസ് പ്രൊഡക്റ്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഡോക്ടർ ഓർമ്മിക്കുന്നതിനും ഇടയാകും. അപ്പോൾ ഫിസീഷ്യൻസിന് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കാനും ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനും ഉള്ള ഒരു അവസരം സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ഡയറക്റ്റ് ചെല്ലുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസീഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കാനും ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിന് കഴിയുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫിസീഷ്യൻസിന് ഇവർ നേരിട്ട് എത്തുന്നതിലൂടെ അത് ക്ലിയർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പഴയ പ്രൊഡക്ട്സിനെ കുറിച്ച്
ആ ഡോക്ടർ ഓർക്കുന്നതിന് ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സിനെ കാണുന്നത്, അവരുടെ കമ്പനിയിലെ പുതിയ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് ആ പഴയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് വരാനും അത് റീസൺ ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കോസ്റ്റ്ലി മെത്തേഡ് ആണെങ്കിൽ കൂടെ പേഴ്സണൽ കോൺടാക്ട് ഓർ ഡീറ്റെയിലിംഗ് എന്നുള്ള മെത്തേഡാണ് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് ആണ്. ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സ്ട്രീറ്റ് കോർണേഴ്സിലും റെയിൽവേ സ്റ്റേഷൻസിലും ബസ് സ്റ്റാൻഡ്സിലും മൂവിംഗ് വെഹിക്കിൾസിലും ഒക്കെ അഡ്വർടൈസ്മെന്റ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് സ്കൈ റൈറ്റിംഗ്, പോസ്റ്റർ ഓർ ഹോർഡിംഗ്, സാൻഡ്വിച്ച്മെന്റ്, ട്രാൻസിറ്റ് അഡ്വർടൈസ്മെന്റ്, ഇലക്ട്രിക് സൈൻ ആൻഡ് നിയോൺ സൈൻസ് എന്നൊക്കെ പറയുന്നത് ഈ ഔട്ട്ഡോർ അഡ്വർടൈസ്മെന്റിൽ വരുന്നതാണ്. സ്കൈ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോഡേൺ മെത്തേഡ് ഓഫ് അഡ്വർടൈസിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബലൂൺസിലൊക്കെ മെസ്സേജസ് അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റീവ് പിക്ചേഴ്സ് പ്രിന്റ് ചെയ്ത് അത് പറത്തി വിടുന്ന ഒരു രീതി. മോഡേൺ കൺട്രീസിൽ അല്ലെങ്കിൽ അഡ്വാൻസ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ എയ്റോപ്ലെയിൻസ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ എയ്റോപ്ലെയിൻസിൽ ഇല്ലുമിനേറ്റഡ് ബാനേഴ്സിൽ എഴുതിയിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു രീതിയാണ് സ്കൈ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റർ ഓർ ഹോർഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാൾസിൽ, റോഡ് സൈഡിൽ, സ്ട്രീറ്റ് കോർണേഴ്സിൽ, ബസ് ടെർമിനൽസിൽ, റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി. അവിടെയൊക്കെ ഇപ്പം നമ്മൾ ചിലപ്പോൾ എഴുതിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റിൽ എഴുതിയിട്ടൊക്കെ അത്തരത്തില് മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയാണ് പോസ്റ്റർ ഓർ ഹോർഡിങ്സ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് ബ്രീഫ് ആയിരിക്കണം, വിതിൻ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ റീഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെസ്സേജസ് ആയിരിക്കണം ഇങ്ങനെ പോസ്റ്റർ ആയിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ് സാൻഡ്വിച്ച്മെന്റ്. സാൻഡ്വിച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാൻസി അറ്റയറിലുള്ള ഒരു മനുഷ്യൻ, അയാൾ ഒരു പോസ്റ്റർ ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അയാൾ സ്ലോഗൻസ് ഒക്കെ ഷൗട്ട് ചെയ്ത് ഈ ഡ്രമ്മിലൊക്കെ അടിച്ച് നമ്മുടെ സിറ്റിയിൽ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ജനറൽ പബ്ലിക്കിനിടയിൽ കൂടെ. അപ്പം ആളുകളെ അറ്റൻഷൻ ലഭിക്കുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നു. അതാണ് സാൻഡ്വിച്ച്മെന്റ് എന്ന് പറയുന്നത്. ഫാൻസി അറ്റയറിലുള്ള ഒരു മനുഷ്യൻ ഏതാണോ പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ഒക്കെ ക്യാരി ചെയ്ത് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക്, ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് വേറൊരു ലൊക്കാലിറ്റിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അയാള് ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ലോഗൻ ചൊല്ലുന്നുണ്ടായിരിക്കും, ഡ്രമ്മിൽ ബീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു രീതിയാണ് സാൻഡ്വിച്ച്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ് ആണ്. ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് ഡിസ്പ്ലേസും കാർ കാർഡ്സും ഒക്കെയാണ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗിൽ വരുന്നത്. അതായത് ഇപ്പൊ മൂവിംഗ് വെഹിക്കിളില് നമ്മൾ അഡ്വർടൈസ്മെന്റ് പതിക്കുന്നതൊക്കെ കാണാറുണ്ട്. അതാണ് ട്രാവലിംഗ് ഡിസ്പ്ലേ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കാർ കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളില് അല്ലെങ്കിൽ റെയിൽവേ ക്യാരേജില്, ബസ്സിലും ടാക്സിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോസ്റ്റേഴ്സ് പതിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനെയാണ് കാർ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ട്രാൻസിറ്റ് അഡ്വർടൈസിംഗ്. നെക്സ്റ്റ് ഇലക്ട്രിക് സൈൻ ആൻഡ് നിയോൺ സൈൻസ് ആണ്. ഇലക്ട്രിക് സൈൻസ് ആൻഡ് നിയോൺ സൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ മാത്രം വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഇലക്ട്രിക് സൈൻ ആൻഡ് നിയോൺ സൈൻ. അത് ഈ റൂഫ് ടോപ്പിലും പിന്നെ ബസ് സ്ട്രീറ്റ് കോർണേഴ്സിലും ക്രോസിംഗ്സിലും ഒക്കെ ആളുകളുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നതിന് വേണ്ടി വെക്കുന്ന ഒരു രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. രാത്രിയിൽ മാത്രമേ വിസിബിൾ ആവുള്ളൂ. കോസ്റ്റ്ലി മെത്തേഡ് ആണ്. നെക്സ്റ്റ് മൈസലേനിയസ് മെത്തേഡ്. മൈസലേനിയസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ഫേംസ് ഫിസീഷ്യനും റീറ്റെയിലേഴ്സിനും ഒക്കെ ചില ഗിഫ്റ്റ്സ് കൊടുക്കും അവരുടെ പ്രൊഡക്റ്റിനോടൊപ്പം. അത് നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതിന്, കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഗിഫ്റ്റ്സ് ആണ്. അതായത് ഡയറി ആയിട്ടും ബോൾ പെൻ ആയിട്ടും പെൻ ഹോൾഡേഴ്സ്, ഡെസ്ക് ട്രേസ്, കീ ചെയിൻ, പേപ്പർ വെയിറ്റ്, കലണ്ടേഴ്സ് ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഐറ്റംസ് ആണ് അവര് അഡ്വർടൈസേഴ്സ് റീറ്റെയിലേഴ്സ് വഴി അല്ലെങ്കിൽ ഫിസീഷ്യൻസ് വഴി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന ആ ഗിഫ്റ്റില് അഡ്വർടൈസറിന്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് മൈസലേനിയസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അഡ്വർടൈസ്മെന്റിന്റെ ഒരു എസെൻഷ്യൽ ഫീച്ചർ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ ക്ലാസ്. ഈ അഡ്വർടൈസ്മെന്റിന്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ബോഡിനെയാണ് അഡ്വർടൈസിംഗ് കോപ്പി എന്ന് പറയുന്നത്. അതിനകത്ത് ഹെഡ്ലൈൻ ഉണ്ടായിരിക്കും, മെസ്സേജ് ഉണ്ടായിരിക്കും, അഡ്വർടൈസറിന്റെ നെയിമും അഡ്രസ്സും ഫോട്ടോഗ്രാഫും ഒക്കെ ഉണ്ടായിരിക്കും. അതാണ് അഡ്വർടൈസ്മെന്റിന്റെ, ഒരു ഗുഡ് അഡ്വർടൈസ്മെന്റിന്റെ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് സെയിൽസ് പ്രൊമോഷനകത്ത് വരുന്ന അഡ്വർടൈസിംഗ് എന്നുള്ള പാർട്ടായിരുന്നു. അടുത്ത ക്ലാസ്സിൽ റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.